والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله أما بعد سبحانه وتعالى ഏറെ ഇഷ്ടപ്പെടുകയും അവന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ വർഷിക്കുകയും ചെയ്യുന്നതായ നിക്കാഹിന്റെ കർമ്മത്തിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സുഖലോക സ്വർഗത്തിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. കോട്ടപ്പുറം മഹല്ലിലെ നടുത്തൊടി ഷൗക്കത്തലി എന്നവരുടെ മകൾ ഷഷ്ന എന്ന സഹോദരിയും, അതുപോലെ അമ്പാൾ മഹല്ലിലെ വട്ടിയൻ കാവിൽ ഹുസൈൻ എന്നവരുടെ മകൻ മുബഷിർ എന്നവരുടെയും നിക്കാഹാണ് ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത്. നിക്കാഹ് എന്ന് പറയുന്നത് വിശുദ്ധമായ ഇസ്ലാമിൽ ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ്. ഇത് ആരംഭിക്കുന്നത് അല്ലാഹുവിന്റെ മനോഹരമായ സ്വർഗത്തിൽ വെച്ചാണ്. ആദ്യത്തെ കല്യാണം നടക്കുന്നത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയുടേതുമാണ്. മനുഷ്യന്റെ സംസ്കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമാണ്, അടയാളമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ മനുഷ്യന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവനുള്ളവയുണ്ട്, ജീവനില്ലാത്തവയുണ്ട്. ഓരോന്നിനും ഓരോ പ്രകൃതമുണ്ട്. ജീവനുള്ളവയുടെ കൂട്ടത്തിൽ തന്നെ മൃഗങ്ങൾക്ക് ജീവനുണ്ട്, മനുഷ്യന് ജീവനുണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെ മൃഗങ്ങളും ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു, മറ്റു ആനന്ദങ്ങൾ കണ്ടെത്തുന്നു. പക്ഷേ ജീവനുള്ള എല്ലാ വസ്തുക്കളും ഒരുപോലെയല്ല. മനുഷ്യനെ മറ്റുള്ള ഇതരം മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യത്വമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈ വിവാഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെയോ ഉള്ള ഒരു സഹോദരനും ഏതോ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനും ഇന്നേവരെ തമ്മിൽ അവർ കണ്ടിട്ടില്ല, ഇന്നേവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള രണ്ട് ആളുകൾ തമ്മിൽ ചേരുന്നു. അവർക്കിടയിൽ സ്നേഹവും രഞ്ജിപ്പും റഹ്മത്തും ഒക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നു നിക്കാഹ് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ എന്ന് കാണാം. എവിടെയുള്ള ഒരു സഹോദരനും ഏതോ ഒരു സഹോദരിയും തമ്മിൽ യോജിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പുതിയാപ്പിളയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സ്വപ്നങ്ങൾ ആ ചെറുപ്പക്കാരൻ ഉണ്ടാകും. നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. എവിടെ ചെല്ലുകയാണെങ്കിൽ നിസ്കാരം നിർവഹിക്കണം. അതുപോലെ തന്നെ ഖുർആൻ പാരായണം കൊണ്ട് നിറയുന്ന വീടുകളായിട്ട് നമ്മുടെ വീടുകൾ മാറണം. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരിലൂടെയാണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നൽകുന്നത്. നല്ല സ്വാലിഹീങ്ങളായ ബുദ്ധിശാലികളായ സന്താനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ സന്താനങ്ങളെ പെടുത്തട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വിട്ടുവീഴ്ചയാണ്. കാരണം ഭർത്താവിന്റെ സ്വഭാവം വേറെ ആയിരിക്കും, ഭാര്യയുടെ സ്വഭാവം മറ്റൊന്നായിരിക്കും. അപ്പൊ ഈ തമ്മിലുള്ള രണ്ട് സ്വഭാവവും തമ്മിൽ ഒരിക്കലും ചേർന്ന് വന്നുകൊള്ളണമെന്നില്ല. അപ്പോ എന്തെങ്കിലും ഒരു ന്യൂനത വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമായി തീരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ഗർഭസ്ഥയായ അവസ്ഥയിൽ വല്ലാതെ ഈത്തപ്പഴം കഴിക്കാൻ മോഹം വരികയാണ്. പ്രിയപ്പെട്ട ഭർത്താവിനോടത് പറഞ്ഞു. അദ്ദേഹം ആകെ സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പണം ഉണ്ടായിരുന്നു. അതും അങ്ങാടിയിലേക്ക് ചെന്നിട്ട് ആ ഈത്തപ്പഴം വാങ്ങി വരുന്നതിനിടയിലാണ് ഒരു യാചകൻ കൈനീട്ടുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അത് വെച്ചു കൊടുത്തു. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി കാത്തിരിക്കുന്നുണ്ട് ഈ മധുരമൂറുന്ന ഈത്തപ്പഴം കഴിക്കാൻ. പക്ഷെ ഭർത്താവിന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന ഗോതമ്പ് മാവ് കുഴച്ചിട്ട് ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിന് തിന്നാൻ കൊടുത്തു, ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടും ഫാത്തിമ ബീവി ചോദിച്ചിട്ടില്ല, നിങ്ങൾ എന്തേ ആ ഈത്തപ്പഴം കൊണ്ടുവരാതിരുന്നത്? അതിനു വേണ്ടിയാണല്ലോ പോയത് എന്ന്. പക്ഷെ കുറെ നേരം കഴിഞ്ഞ പരിഹാരതങ്ങൾ തിരിച്ചു ചോദിക്കാൻ, അല്ല ഫാത്തിമ, നീ എന്തേ എന്നോടത് ചോദിക്കാത്തത്? അപ്പൊ ഫാത്തിമ ബീവി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഒന്നുകിൽ നിങ്ങളത് വാങ്ങി വരുന്ന വഴിയിൽ ആർക്കെങ്കിലും അത് കൊടുത്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാങ്ങാൻ പണമുണ്ടാകൂല. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം രൂപപ്പെടുകയാണ്. മറ്റൊരവസ്ഥയിൽ നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പാത്രത്തിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
വിധങ്ങൾ ആ ഗ്ലാസ് വാങ്ങി ആയിഷ ബീവി എവിടെയാണോ തന്റെ ചുണ്ടുകൾ വെച്ചത് അതേ സ്ഥലത്ത് ആയിഷ ബീവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗത്ത് തന്നെ തന്റെ വായ വെച്ചുകൊണ്ട് പാല് കുടിക്കുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വരികയാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും പെടാതെ അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ അള്ളാഹു ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു ഭാര്യയും ഭർത്താവും എന്നതിലപ്പുറം രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ സമ്മേളിക്കുന്നത്. ഒരു ഉമ്മ എന്നതിലപ്പുറം രണ്ട് ഉമ്മയായിട്ട് മാറുകയാണ്. ഒരു വാപ്പ എന്നതിലപ്പുറം രണ്ട് വാപ്പ എന്ന സ്ഥാനത്തിലേക്ക് ഈ ഭാര്യയും ഭർത്താവും മാറുകയാണ്. രണ്ട് വ്യക്തികൾ എന്നതിലപ്പുറം രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഈ രണ്ട് കുടുംബങ്ങളെയും ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതിനേക്കാളും മനോഹരമായി ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇന്നത്തെ ദിവസം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ആശംസ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ആ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈറിൻ വലുത്ഫിൻ വആഫിയ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. وزميلك على ما أمر الله به من إمساك أو تصريح بإحسان. زوجتك وأنكحتك بنتي سفنا بمهر هذه الولادة من الذهب قبلت منك نكاحها وتزويجها بالمهر المذكور ورضيت به. എൻ്റെ മകൾ സഫന എന്നോട് ഈ സ്വർണ്ണ ചെയിൻ മഹറിന് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. ഇടയാക്കി നിങ്ങളുടെ മകൾ സഫന എന്നോട് ഈ സ്വർണ്ണ ചെയിൻ മഹറിന് നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഇടയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. എന്താണ് പറയുക? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الفاتحة. എല്ലാ ആളുകളും